ഗാസ മുനമ്പിലെ ഹമാസ് ഭരണത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഇസ്രയേലിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ച പദ്ധതി. ഓഗസ്റ്റ് 7-ന് രാത്രി മുഴുവൻ നീണ്ടുനിന്ന യോഗത്തിന് ശേഷമാണ് ഈ സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ച ഈ പദ്ധതിക്ക് പിന്നിൽ വ്യക്തമായൊരു ദീർഘകാല ലക്ഷ്യവുമുണ്ട്. ആദ്യം ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക, പിന്നീട് ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് സേനകൾക്ക് ഭരണം കൈമാറുക. ഈ നീക്കം ഇസ്രയേലിന്റെ സൈനിക നടപടികളുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് നിരവധി പേർ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഈ തീരുമാനത്തിനെതിരെ ഇസ്രയേലിന്റെ അകത്തും പുറത്തും ശക്തമായ എതിർപ്പുകളാണ് ഉയർന്നിട്ടുള്ളത്. റിപ്പോർട്ടുകളിൽ പറയുന്നതനുസരിച്ച് ഇസ്രയേലിന്റെ ഉന്നത സൈനിക ജനറൽമാർക്ക് ഈ പദ്ധതിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട്. ഹമാസിന്റെ പിടിയിലുള്ള ഏകദേശം 20 ബന്ദികളുടെ ജീവൻ ഈ നീക്കം കൂടുതൽ അപകടത്തിലാക്കുമെന്നും കഴിഞ്ഞ 2 വർഷമായി നിരന്തരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർക്ക് ഇത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും അവർ വാദിക്കുന്നു. സൈനിക വിജയത്തെക്കാൾ രാഷ്ട്രീയ വിജയം ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ബന്ദികളുടെ കുടുംബങ്ങൾ ഈ തീരുമാനത്തെ എതിർക്കുന്നവരിൽ മുൻപന്തിയിലുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഭയമാണ് അവരുടെ പ്രധാന ആശങ്ക. സൈനികർ നടപടികൾ കൂടുതൽ തീവ്രമാക്കുമ്പോൾ ഹമാസ് ബന്ദികളെ ഉപദ്രവിക്കാനോ കൊല്ലാനോ സാധ്യതയുണ്ടെന്നും അവർ ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിന് മുൻഗണന നൽകുന്നതിന് പകരം സൈനിക നടപടികൾക്ക് പ്രാധാന്യം നൽകുന്നത് അവർക്ക് നിരാശയുണ്ടാക്കുന്നു. നെതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനത്തെ ഹമാസ് ശക്തമായി എതിർക്കുന്നുമുണ്ട്.